ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BA ട്യൂട്ടോറിയൽ. ഇന്ന് പുതിയൊരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സൈക്കോളജി റിലേറ്റഡ് മോക്ക് ടെസ്റ്റാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2019 നവംബറിൽ നടന്ന KTET കാറ്റഗറി 2 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൈക്കോളജി ആയതുകൊണ്ട് തന്നെ നമുക്ക് KTET 3-കാർക്കും അതുപോലെ തന്നെ സെറ്റ് എക്സാം എഴുതുന്നവർക്കായാലും BEd ഓൺലൈൻ എക്സാം എഴുതുന്നവർക്കായാലും ഇത് യൂസ്ഫുൾ ആകും. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവുകയാണ്. 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞിരുന്നു KTET 2 30 മാർക്കിൻ്റെ എക്സാം ആയിട്ടാണ് വരുന്നത്. പക്ഷേ KTET 3 വരുമ്പോൾ അത് 40 മാർക്കിൻ്റെ സൈക്കോളജി ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ KTET 2 വരുമ്പോൾ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ അതിലുള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അറിയാവുന്നതാണെങ്കിൽ ഞാനത് കമൻറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ തരും. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, ഇൻഫോർമേറ്റീവ് ആണോ, പുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയോ, അതെല്ലാ കാര്യങ്ങളും നിങ്ങളെ കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കണം. ഒരു കാര്യം കൂടി, ഞാൻ പുതിയ ചാനൽ തുടങ്ങിയ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഉറപ്പായിട്ട് നിങ്ങളത് കാണുക. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. What type of evaluation identifies learning deficiencies and difficulties of learners? Placement evaluation, formative evaluation, summative evaluation, diagnostic evaluation. ആൻസർ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. അതായത് ലേണിംഗ് ഡെഫിഷ്യൻസീസും ഡിഫിക്കൽട്ടീസും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. An evaluation tool used to document students' learning through series of students' developed artifact is portfolio, test, rating scale, rubrics. ആൻസർ വന്നിട്ട് പോർട്ട്ഫോളിയോ ആണ്. കുട്ടികളുടെ ഡെവലപ്മെൻറ്റുകളെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. വിച്ച് തിയറി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു ഡിസ്ക്രൈബ് ദ അക്യൂസിഷൻ ഓഫ് മോട്ടോർ സ്കിൽസ്? ഹ്യൂമനിസ്റ്റിക് തിയറി, ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ്, തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ തിയറി. ആൻസർ ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കോസ് ഫോർ ലേണിംഗ് ഡിസബിലിറ്റി? ജനറ്റിക് ഫാക്ടേഴ്സ്, എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പെഡഗോഗിക്കൽ ഫാക്ടേഴ്സ്, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ആൻസർ ജനറ്റിക് ഫാക്ടേഴ്സാണ് ലേണിംഗ് ഡിസബിലിറ്റിക്ക് കാരണം. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് സ്കിന്നേഴ്സ് ഫോളോവേഴ്സ് വുഡ് എഗ്രി? ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ് പാർട്ട്. ദ ഗോൾ ഓഫ് ബിഹേവിയർ ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ. നേച്ചർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നർച്ചർ. ബിഹേവിയർ ക്യാൻ ബി സ്ട്രെങ്തൻഡ് ത്രൂ റീഇൻഫോഴ്സ്മെൻറ്റ്. ആൻസർ ബിഹേവിയർ ക്യാൻ ബി സ്ട്രെങ്തൻഡ് ത്രൂ റീഇൻഫോഴ്സ്മെൻറ്റ്. നമുക്കറിയാം ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്കിന്നർ ഉള്ളത്. സ്കിന്നറുടെ തിയറിക്കകത്ത് റീഇൻഫോഴ്സ്മെൻറ്റും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ക്രിയേറ്റീവ് ചൈൽഡ്? ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ, ഹൈ ഡിഗ്രി ഓഫ് സെൻസിറ്റിവിറ്റി ടു പ്രോബ്ലംസ്, rigidity in thought and expression, curious and investigation.
ആൻസർ വരുന്നത് റിജിഡിറ്റി ഇൻ തോട്ട് ആൻഡ് എക്സ്പ്രഷൻ ആണ്. തോട്ടും എക്സ്പ്രഷനും റിജിഡായിരുന്നാൽ ആ കുട്ടി എന്തല്ല, ഒരു ക്രിയേറ്റീവ് ചൈൽഡ് അല്ല. അത് നമുക്കറിയാം. എന്താണ് ക്രിയേറ്റിവിറ്റിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്? ഡൈവേഴ്സൻ്റ് തിങ്കിങ് ആണ്, ഇല്ലേ? അപ്പോൾ ഇവിടെ റിജിഡിറ്റി തോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കൺവേർജൻ്റ് ആയിട്ടുള്ള തോട്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അതല്ല ക്രിയേറ്റീവ് ചൈൽഡിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ കണ്ടല്ലോ, നോട്ട് എന്നുള്ളത് പ്രത്യേകം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. വിച്ച് ഈസ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വൺ. An intelligent test revealed that the IQ score of a child is 140. To which category does he belong? Mentally challenged, learning disabled, physically challenged, intellectually superior. ആൻസർ ഇൻ്റലക്ച്വലി സുപ്പീരിയർ ആണ്. കാരണം എന്താണ്? IQ എന്ന് പറയുന്നത് 140 IQ കൂടുന്തോറും ഇൻ്റലിജൻസ് സുപ്പീരിയോറിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യം. ദ തിയറി ഓഫ് ഇൻ്റലിജൻസ് പ്രൊപ്പോസ്ഡ് ബൈ ഗിൽഫോൾഡ്, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, തിയറി ഓഫ് 2-factor ഇൻ്റലിജൻസ്, തിയറി സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ, ട്രൈറാർക്കിക് തിയറി. ആൻസർ തിയറി സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡലാണ് ഗിൽഫോൾഡിൻ്റെ ഇൻ്റലിജൻസ് തിയറി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റലിജൻസ് തിയറി ഒരുപാടുണ്ട്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്, 2-factor തിയറി ഉണ്ട്, 1-factor തിയറി ഉണ്ട്, മൾട്ടി-ഫാക്ടർ തിയറി ഉണ്ട്. ഇതിൽ ഗിൽഫോൾഡിൻ്റെ തിയറി എന്ന് പറയുന്നത് തിയറി സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡലാണ്. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റിവിസം? ലേണിംഗ് ഇൻവോൾവ്സ് an SR connection. Learning is an active process. Learning needs previous experiences. Intrinsic motivation is essential for learning. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇല്ലേ? അപ്പോൾ കുട്ടികൾ സ്വന്തമായിട്ട് ലേണിംഗ് ചെയ്യുന്നതാണ്. അതിൽ റീഇൻഫോഴ്സ്മെൻറ്റും സ്റ്റിമുലസും തമ്മിൽ പ്രാധാന്യമില്ല. അതാണ് ലേണിംഗ് ഇൻവോൾവ്സ് ആൻഡ് SR കണക്ഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? കൺസ്ട്രക്റ്റിവിസം വേണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ലേണിങ്ങിലെ പ്രീവിയസ് നോളജ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ആക്റ്റീവ് പ്രോസസ്സിംഗ് ആയിരിക്കണം, അതുപോലെ തന്നെ എന്താണ്? മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, നമുക്ക് സ്വമേധയാളുള്ളൊരു മോട്ടിവേഷൻ ആവശ്യമാണ്. ഇത് ഇത്രയും കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ടത്. എന്നാൽ SR കണക്ഷൻ കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ല. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം. The following concepts are related to Piaget theory of cognitive development except one. Find the odd one. Options: accommodation, assimilation, scaffolding, schema. ആൻസർ സ്കഫോൾഡിംഗ് ആണ്. എല്ലാവർക്കും ശരിയായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ എന്താണ്? അക്കോമഡേഷൻ, അസിമിലേഷൻ, സ്കീമ, അതൊക്കെ ഏതാണ്? നമ്മുടെ പിയാഷെയുടെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ വരുന്നതാണ്. അത് കാണാത്തവർ പോയി കാണുക, ഞാൻ ലിങ്ക് ഇട്ടേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. സ്കഫോൾഡിംഗ് ഇതിൽ ബന്ധപ്പെട്ടതല്ല. അടുത്ത 11ാമത്തെ ചോദ്യം. ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ആർ അബ്സ്ട്രാക്ട് എബിലിറ്റി ദാറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ്, usually develop spontaneously without any instruction, usually develop spontaneous through content instruction, need to be out deliberately because they often do not develop by themselves with content instruction. Answer: need to be taught deliberately because they often do not develop by themselves with content instruction. എന്താണ് ഇവിടെ പറയുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസുമായിട്ട് എന്താണ് ഇവിടെ ബന്ധപ്പെടുന്നത്? ആൻഡ് ആർ അബ്സ്ട്രാക്ട് എബിലിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ്
അതായത് എന്താണ്, ഇത് നിർണ്ണയിക്കാൻ പറ്റാത്ത കഴിവുകളാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ യൂഷ്വലി ഡെവലപ്പ് സ്പോണ്ടേനിയസ്ലി വിത്തൗട്ട് എനി ഇൻസ്ട്രക്ഷൻ, അതായത് പ്രത്യേകമായിട്ട് പഠിപ്പിക്കാതെ തന്നെ കുട്ടികളിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായി വരുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നു. യൂഷ്വലി ഡെവലപ്പ് സ്പോണ്ടേനിയസ് ത്രൂ കണ്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ, നമ്മൾ പഠിപ്പിക്കുന്നതിലൂടെ അനൈച്ഛികമായി തന്നെ നമ്മുടെ കണ്ടൻറ്റ് പഠിപ്പിക്കുന്നതിലൂടെ, നമ്മളെ പാഠഭാഗം പഠിപ്പിക്കുന്നതിലൂടെ കുട്ടിക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് വരുമെന്ന് പറയുന്നു. ലാസ്റ്റ് പറയുന്നത് എന്താണ്, നീഡ് ടു ബി ടോട്ട് ഡെലിബറേറ്റ്ലി ബിക്കോസ് they often do not develop by themselves with content instruction. ബോധപൂർവം പഠിപ്പിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്, ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അത് വികസിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാം വായിക്കുമ്പോൾ നമുക്കൊരു സംശയം വരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം, ജൂറിസ്പ്രുഡൻഷ്യൽ മോഡൽ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് ഇല്ലേ. അത് നമ്മളൊരു പ്രത്യേകമായ ഒരു കാര്യം, പ്രത്യേകമായിട്ടൊരു ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് അതിന് വേണ്ടി ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത്, ജൂറിസ്പ്രുഡൻഷ്യൽ. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്, ലാസ്റ്റത്തെ ഓപ്ഷൻ ആണ്. ഓക്കെ, അടുത്ത 12ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി ഫോളോവിങ്. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ, ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിക്റ്റബിൾ, ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ്, ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ്. ഇവിടെ ആൻസർ വരുന്നത് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ ആണ്. കാരണം ഡെവലപ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, ക്യുമുലേറ്റീവ് ആണ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ വരാത്തത് ഇതാണ്, സ്പെസിഫിക്കിൽ നിന്നും ജനറലിലേക്കാണ് ഡെവലപ്മെൻറ്റ് വരുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് റോങ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അടുത്ത 19ാമത്തെ ചോദ്യം, മാർക്കിംഗ് സ്കീം ഇൻ ഇവാലുവേഷൻ എൻഷുവേഴ്സ് കോംപ്രിഹെൻസീവ്നെസ്, ഡിസ്ക്രിമിനേഷൻ പവർ, സബ്ജക്റ്റിവിറ്റി, ഒബ്ജക്റ്റിവിറ്റി. മാർക്കിംഗ് സ്കീം നമ്മൾ എന്ത് വെച്ചിട്ടാണ്, ഒബ്ജക്റ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കിംഗ് സ്കീം ഇടുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ, ഒബ്ജക്റ്റിവിറ്റി. അടുത്ത 14ാമത്തെ ചോദ്യം, ഇൻ്റലക്ച്വൽ ബാക്ക്വേർഡ്നെസ് ആൻഡ് ദ ലാക്ക് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ഡിസേബിൾഡ്, മെൻ്റലി ചലഞ്ച്, ഗിഫ്റ്റഡ്, ഫിസിക്കലി ചലഞ്ച്. ഇൻ്റലക്ച്വലി ബാക്ക്വേർഡ് എന്ന് പറയുന്നത് മെൻ്റലി ചലഞ്ചഡ് ആയ കുട്ടികളുടെ ബിഹേവിയർ ആണ്. ഓക്കെ, അതാണ് അത്. മെൻ്റലി ചലഞ്ചഡും ഇൻ്റലക്ച്വലി ബാക്ക്വേർഡ്നെസ്സും ആണ് കണക്ട് ചെയ്തേക്കുന്നത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അടുത്ത 15ാമത്തെ ചോദ്യം, എ ടീച്ചർ ആസ്ക് ചിൽഡ്രൻ ടു റീച്ച് ടു എ കൺക്ലൂഷൻ ആഫ്റ്റർ ഗിവിംഗ് എ സീരീസ് ഓഫ് എക്സാമ്പിൾസ് ഓഫ് എ പ്രിൻസിപ്പിൾ. ദിസ് അപ്രോച്ച് ക്യാൻ ബി ടേംഡ് ആസ് ഡിഡക്റ്റീവ് അപ്രോച്ച്, inductive approach, insightful approach, inducto-deductive approach. ആൻസർ വരുന്നത് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. നമ്മൾ ഡിഡക്റ്റീവ് അപ്രോച്ച് ആകുമ്പോൾ DGP ആണ് അല്ലേ. അപ്പോൾ അതായത് DGPയിൽ D എന്ന് പറയുന്ന ഡിഡക്റ്റീവ് അപ്രോച്ചാണ്, ജനറൽ ടു സ്പെസിഫിക് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഡക്റ്റീവ് അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതിൻ്റെ തിരിച്ചുള്ളതാണ് എന്താണ് എക്സാമ്പിളുകളിൽ നിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒന്നിലേക്ക് എത്തുന്നു. അതായത് ഓരോരോ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു പൊതുവായിട്ടുള്ള പ്രിൻസിപ്പിളിലേക്ക് എത്തുന്നു. കുറേ എക്സാമ്പിളിലൂടെ ഒരു പ്രിൻസിപ്പിളിൽ എത്തുകയാണ്. അപ്പോൾ ഒരുപാട് പർട്ടിക്കുലർ ടു ജനറലാണ് ഇവിടെ വരുന്നത്. പർട്ടിക്കുലർ ടു ജനറൽ ആവുമ്പോൾ ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 16ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു എറിക്സൺ in which state of psychosocial development will be primary school child? Trust versus mistrust, industry versus inferiority, intimacy versus isolation, initiative versus guilt. ആൻസർ ഇൻഡസ്ട്രി വേഴ്സസ്. നമ്മൾ എറിക്സൻ്റെ തിയറി നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത കേറ്റിൻ്റെ ക്വസ്റ്റ്യൻ കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത്രയും വായിച്ചതിനകത്ത് മിക്കതിലും എന്ത് വന്നിട്ടുണ്ട്, എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അടുത്ത 17ാമത്തെ ചോദ്യം, ദ മോസ്റ്റ് ഡിറ്റർമിനിങ് ഫാക്ട് ഇൻ ദ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഈസ് ഇൻ്റലിജൻസ്, ഇൻട്രസ്റ്റ്,
ലെവൽ ഓഫ് ആസ്പിറേഷൻ, മോട്ടിവേഷൻ. ആൻസർ ഇൻ്റലിജൻസ് ആണ്. അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സിൻ്റെ ഡിറ്റർമിനിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ആണ്. അടുത്ത 18ാമത്തെ ചോദ്യം, മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ഇൻ ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ അഡോളസൻസ്. ടീച്ചർ, പിയേഴ്സ്, പാരൻസ്, മീഡിയ. ആൻസർ പിയേഴ്സ് ആണ്, അതായത് സമപ്രായക്കാർ. അതാണ് ഏത് അഡോളസൻസ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്ത 19ാമത്തെ ചോദ്യം, ഗേൾസ് കുഡ് നോട്ട് ഡു ദിസ് ജോബ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ എ മെയിൽ ടീച്ചർ ഇൻഡിക്കേറ്റ് ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ prejudice, ജെൻഡർ ഇക്വാലിറ്റി. ഇവിടെ ആൻസർ വരുന്നത് ജെൻഡർ prejudice ആണ്. അതായത് എന്താണ്, ഒരു മെയിൽ ടീച്ചർ ഈ ജോലി പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു വാദഗതി ഉയർത്തുന്നത് എന്താണ്, ജെൻഡർ prejudice ആണ്. അതായത് മെയിലിനെ ഉയർത്തി കാണിക്കുന്നതും സ്ത്രീകളെ താഴ്ത്തി കാണിക്കുന്നതുമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ജെൻഡർ prejudice ആണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്ത 20ാമത്തെ ചോദ്യം, ആൽബർട്ട് ബെൻഡൂര പ്രപ്പോസ്ഡ് ദ തിയറി ഓഫ് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ്, classical conditioning, observational learning, cognitive development. ആൻസർ വരുന്നത് ആൽബർട്ട് ബെൻഡൂരയുടെ ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് കേട്ടോ. ആൽബർട്ട് ബെൻഡൂര പ്രപ്പോസ് ചെയ്തേക്കുന്നത് ഒബ്സർവേഷണൽ ലേണിംഗ് ആണ്. അടുത്ത 21ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കോൺട്രിബ്യൂഷൻ ഓഫ് B.F. സ്കിന്നർ. സ്കിന്നറുടെ കോൺട്രിബ്യൂഷൻ അല്ലാത്തത് ഏത്? ഓപ്പറൻ്റ് കണ്ടീഷനിങ്, ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, പ്രോഗ്രാംഡ് ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ്. ആൻസർ ഇൻസൈറ്റ് ലേണിംഗ് ആണ്. ഇൻസൈറ്റ് ലേണിംഗ് B.F. സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ബാക്കി ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ്, പ്രോഗ്രാംഡ് ലേണിംഗ് അതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? B.F. സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത 22ാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് എൻകോഡഡ് ഇൻഫർമേഷൻ ഇൻ മെമ്മറി ഓവർ ടൈം ഈസ് സ്റ്റോറേജ്, റെക്കോർഡിംഗ്, റിഹേഴ്സൽ, റിട്രീവൽ. ആൻസർ സ്റ്റോറേജ് ആണ് അല്ലേ. നമ്മൾ എൻകോഡ് ചെയ്ത ഇൻഫോർമേഷൻസ് മെമ്മറിയിൽ ഒരുപാട് കാലം സൂക്ഷിച്ചു വയ്ക്കുന്നത്, ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റോറേജിങ് എന്നറിയപ്പെടുന്നത്. അടുത്ത 23, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാക്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിവിറ്റി? കൺഫോമിറ്റി, കൺവേർജൻറ്റ് തിങ്കിങ്, ഡിപ്പെൻഡൻസി, ഫ്രീഡം. യെസ്, ഇവിടെ ആൻസർ വരുന്നത് ഫ്രീഡം ആണ്. അതായത് എന്താണ്, ക്രിയേറ്റിവിറ്റിക്ക് ഫ്രീഡം ആവശ്യമാണ്. ബാക്കി കൺഫോമിറ്റിയും കൺവേർജൻറ്റ് തിങ്കിങ്ങും ഡിപ്പെൻഡൻസി ഒന്നും എന്തിൽ ബന്ധപ്പെട്ടതല്ല? ക്രിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടുന്നതല്ല. ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഫ്രീഡം ആവശ്യമാണ്. അടുത്ത 24ാമത്തെ ചോദ്യം, ആക്സിലറേഷൻ ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ എഡ്യൂക്കേറ്റിംഗ് ബാക്ക്വേർഡ് ചിൽഡ്രൻ, physically handicapped children, gifted children, mentally challenged children. ആൻസർ വന്നിട്ട് ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ്. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വേഗത്തിൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ വേഗത കൂട്ടുക. ഈ വേഗത കൂട്ടി പഠിപ്പിക്കുന്നത് ഗിഫ്റ്റഡ് ചിൽഡ്രൻസിന് മാത്രമേ യൂസ്ഫുൾ ആവത്തുള്ളൂ. അല്ലാതെ ബാക്ക്വേർഡ് ചിൽഡ്രൻസിനോ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കോ മെൻ്റലി ചലഞ്ചിന് ചിൽഡ്രനോ യൂസ്ഫുൾ അല്ല. ഗിഫ്റ്റഡ് ചിൽഡ്രനിന് എന്താണ്? മോർ ക്രിയേറ്റീവ് ആണ്, മോർ ഇൻ്റലക്ച്വൽ ആണ്. അപ്പോൾ എന്താണ്, അവർക്ക് ഇച്ചിരി ആക്സിലറേഷൻ ചെയ്യാം. അപ്പോൾ അതാണ് പറയുന്നത്. അടുത്ത 25ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻ്റലിജൻസ് ടെസ്റ്റ്? ഇൻ്റലിജൻ്റ് ടെസ്റ്റിന് എക്സാമ്പിൾ: സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്, റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആൻസർ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് ആണ്. നമുക്കറിയാം
എന്താണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് സ്റ്റാൻഫോർഡ് ബിനെറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ റോർഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, അതായത് കാറ്റ്, ടാറ്റ്, റോർഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിനുള്ള ടെസ്റ്റാണ്. പേഴ്സണാലിറ്റി അളക്കുന്നതിനുള്ള ടെസ്റ്റുകളാണ്. ഇവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. ഓക്കെ, 26ാമത്തെ ചോദ്യം, സെലക്ട് ദി പെയർ വിച്ച് ഈസ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻസ്: തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് കോൾബെർഗ്, തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പിയാഷെ, തിയറി ഓഫ് മോട്ടിവേഷൻ എബ്രഹാം മാസ്ലോ, തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് J.S. ബ്രൂണർ. ആൻസർ തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് J.S. ബ്രൂണർ എന്നാണ്, പക്ഷേ തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഗാഗ്നയുടെ തിയറിയാണ്. ഓക്കെ, ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്നറിയപ്പെടുന്നത് ഗാഗ്നയുടെ തിയറിയാണ്. അടുത്ത 27ാമത്തെ ചോദ്യം, A teacher reflects her anger from her colleague to students. It is an example of reaction formation, projection, comprehension, displacement. ഇവിടെ ആൻസർ വരുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ഡിഫൻസ് മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു ടീച്ചറിൻ്റെ സഹപ്രവർത്തകയോട് തോന്നിയ ആ ഒരു ദേഷ്യം കുട്ടികളോട് തീർക്കുന്നു. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് അവരിൽ തീർക്കാൻ പറ്റാതെ നമ്മൾ വേറൊരിടത്ത് നമ്മുടെ ആ ഒരു ദേഷ്യം തീർക്കുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 28ാമത്തെ ചോദ്യം, സ്പിയർമാൻസ് 2-factor തിയറി ഇൻക്ലൂഡ്സ് G and S factor, G and F factor, S and F factor, S and M factor. ആൻസർ സ്പിയർമാൻ്റെ 2-factor തിയറിക്കകത്ത് വരുന്നത് ജിയും എസ്സും ആണ്. അതായത് ജനറലും സ്പെസിഫിക്കും ചേർന്നിട്ടാണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്ത 29ാമത്തെ ചോദ്യം, എ ചൈൽഡ് ഹൂ ഫെയിൽസ് ഇൻ സ്റ്റഡീസ് എക്സൽസ് ഇൻ മ്യൂസിക് to save his ego, what kind of defense mechanism is seen here? ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ വന്നു. ഐഡൻറ്റിഫിക്കേഷൻ, സബ്ലിമേഷൻ, പ്രൊജക്ഷൻ, കോമ്പൻസേഷൻ. ആൻസർ എന്താണ്? കോമ്പൻസേഷൻ ആണ്. കാരണം ഒരു സൈഡിൽ നമ്മൾ ഫെയിൽ ആകുമ്പോൾ അതിന് പകരമായിട്ട് മറ്റൊരു സൈഡിൽ നമ്മൾ എക്സൽ ചെയ്ത് കാണിക്കുന്നത് കോമ്പൻസേഷൻ ആണ്. നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തു എന്നൊക്കെ പറയില്ലേ, പകരം എന്നുള്ള അതാണ്. അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്തു. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ് ഇൻ എ ഗ്രൂപ്പ്, ഇൻ്റർവ്യൂ, സോഷ്യോമെട്രി, ചെക്ക്ലിസ്റ്റ്, പ്രൊജക്റ്റീവ് ടെക്നിക്. ആൻസർ സോഷ്യോമെട്രി ആണ്. അതായത് കുട്ടികൾക്കുള്ളിലെ ഇൻറ്ററാക്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സോഷ്യോമെട്രി. സോഷ്യോമെട്രി എന്താണെന്ന് അറിയാത്തവർ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം, അത് പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കാറ്റഗറി 2 ആയതുകൊണ്ട് തന്നെ എന്താണ് ഇച്ചിരി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ആൻസറുകൾ നിങ്ങൾക്ക് എത്ര ശരിയുത്തരമുണ്ട് എന്നുള്ള നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ഇടുക. അതുപോലെ എൻ്റെ ഒരു പുതിയ ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.